ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയൻസ് ചെയ്യുന്നപ്പോൾ പുതുപുത്തൻ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾക്ക് ഒരു കോടി രൂപയുടെ വണ്ടിയോ അല്ലെങ്കിൽ എന്താ പറയുക വീടോ എന്തെങ്കിലുമൊക്കെ വാങ്ങണമെങ്കിൽ നമുക്ക് മാസം എത്ര സാലറി വേണമെന്നാണ്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായി നമ്മുടെ താറ് വാങ്ങാൻ എത്ര സാലറി വേണമെന്ന്. അപ്പോൾ കുറേ പേർക്ക് ഇഷ്ടമായിരുന്നു പറഞ്ഞിട്ട് നമുക്ക് കമൻറ്റൊക്കെ കണ്ടിരുന്നു, മെസ്സേജൊക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കാൻ പോകുന്ന 1 കോടിയുടെ വണ്ടിയും അതേപോലെ തന്നെ ഒരു 10 ലക്ഷത്തിൻ്റെ വണ്ടിയും വാങ്ങണമെങ്കിൽ ഒരാൾക്ക് എത്ര സാലറി, 1 കോടിയുടെ വണ്ടി വാങ്ങുന്ന ആൾക്ക് എത്ര സാലറി വേണം, 10 ലക്ഷത്തിൻ്റെ വണ്ടി വാങ്ങുന്ന ആൾക്ക് എത്ര മാസം സാലറി വേണം, ഫുൾ ഡീറ്റെയിലായിട്ട് നമ്മൾ മാത്തമാറ്റിക്കലായിട്ട് ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ടൊരു കാൽക്കുലേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ വാങ്ങിച്ചാൽ നമുക്ക് ഒരു ടെൻഷനും ഇല്ലാണ്ട് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള വണ്ടികൾ വാങ്ങാൻ നമുക്ക് മാസം എത്ര സാലറി വേണമെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതുകൊണ്ട് 30 days 30 ഫൈനാൻസ് കണ്ടിരുന്ന പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എപ്പോഴത്തെ പോലെ നമ്മുടെ നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അതിന് നമുക്ക് വലുത് നോക്കാമല്ലേ, 1 കോടിയുടെ നോക്കാം. അതിന് ശേഷം നമ്മുടെ 10 ലക്ഷത്തിന് അതിൻ്റെ കൂടെ തന്നെ നോക്കാം. 1 കോടിയുടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കൊരു 34-10 എന്ന് പറഞ്ഞിട്ട് റൂളുണ്ട്. 34-10 അതെന്താണെന്ന് വെച്ചാൽ 30 എന്ന് പറഞ്ഞാൽ 30% ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കണം. 4 എന്ന് വെച്ചാൽ 4 കൊല്ലത്തിന് മുകളിൽ ലോൺ ഇടാൻ പാടില്ല. 10 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻകത്തിൻ്റെ 10% മാത്രം നമ്മുടെ EMI ആവാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ഈ റൂൾ. അപ്പോൾ ഈ റൂൾ വെച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ 1 കോടിയുടെ വീടാണെങ്കിൽ നമ്മൾ 30% ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു 30 ലക്ഷം രൂപ വരും. 1 കോടിയുടെ 30% 30 ലക്ഷം രൂപ വരും. പിന്നെ അതുപോലെ തന്നെ ബാക്കി 70 ലക്ഷത്തിന്മേൽ നമ്മൾ ലോൺ ഇട്ടിട്ടാണ് എടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ കയ്യിൽ 30 ലക്ഷം കൊടുക്കാനുണ്ടാവണം. അതിന് ശേഷം ബാക്കി ലോൺ ഇട്ടിട്ട് ഒരു 10% ഇൻട്രസ്റ്റിലായിരിക്കും നമ്മൾ ലോൺ ഇടുന്നത്. നമ്മൾ റൂൾ അനുസരിച്ച് നമ്മുടെ 4 കൊല്ലത്തിന് മുകളിൽ ലോൺ ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ 4 കൊല്ലത്തിന് ലോൺ ഒരു 10% ഇടുമ്പോൾ ഒരു മാസം നമ്മൾ 1,77,000 രൂപ കൊടുക്കേണ്ടി വരും. ഓക്കെ, ഒരു മന്തിലാണ്, ഒരു മാസമാണ് നമ്മൾ പറയുന്നത്. 1,77,000 രൂപ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ റൂൾ അനുസരിച്ച് നമ്മുടെ സാലറിയുടെ 10% പോലും നമ്മുടെ EMI 10% നമ്മുടെ EMI ആവാൻ പാടുള്ളൂ. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മന്ത്ലി സാലറി എന്ന് പറയുന്നത് 17.7 ലക്ഷം രൂപ ഉണ്ടാവണം. ഓക്കെ, 17.7 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കോടിയുടെ വണ്ടി അല്ലെങ്കിൽ ഒരു വീടൊക്കെ വാങ്ങാൻ പറ്റുള്ളൂ എന്നാണ് ഈ ഒരു ഫൈനാൻഷ്യൽ ഇൻ്റലിജൻസ് ഉള്ള 17 ലക്ഷം മന്ത്ലി സാലറി ഒരു മാസം സാലറി ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഇത്രയും കൂളായിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പ്രത്യേകിച്ച് തലവേദനയൊന്നും എടുക്കാണ്ട് നല്ല ഈസി ആയിട്ട് നമുക്ക് 1 കോടിയുടെ വീട് അല്ലെങ്കിൽ വണ്ടിയൊക്കെ വാങ്ങാൻ പറ്റുള്ളൂ എന്നാണ് ഈ റൂള് പറയുന്നത്. അപ്പോൾ ഇനി അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ 10 ലക്ഷത്തിന് നോക്കാം. ഇതിന് ജസ്റ്റ് ഒരു 0 കുറച്ചാൽ മതി, വലിയ വ്യത്യാസമൊന്നുമില്ല 1 കോടിയും 10 ലക്ഷം ആകുമ്പോൾ. അപ്പോൾ 34-10 ആകുമ്പോൾ 30% എന്ന് പറയുമ്പോൾ 3 ലക്ഷം നമ്മൾ ആദ്യം കൊടുക്കാൻ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. 3 ലക്ഷം നമ്മൾ ആദ്യം ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുന്നു. 7 ലക്ഷത്തുമ്പോൾ ലോൺ ഇടുന്നു. 10%ലാണ് ലോൺ ഇടുന്നത്. അപ്പോൾ നമ്മൾ ഒരു മാസം 17,700 രൂപ EMI വരും. ഇപ്പോൾ 10 ലക്ഷത്തിൻ്റെ കാറൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു മാസം ഒരു 17,700 രൂപ EMI വരും, 10% ഇൻട്രസ്റ്റ് ആണെങ്കിൽ. അപ്പോൾ നമ്മുടെ സാലറി എന്ന് പറയുന്നത് 1.77 ലാക്ക്, ഏകദേശം ഒരു 1.25 ലക്ഷം നമുക്ക് പറയാം, അല്ലെങ്കിൽ 2 ലക്ഷത്തിനടുത്ത് സാലറി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 10 ലക്ഷത്തിൻ്റെ വണ്ടി വാങ്ങാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ 1 കോടിയുടെ വാങ്ങണമെങ്കിൽ ഒരു 18 ലക്ഷം മന്ത്ലി സാലറിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ അത്ര ഉണ്ടായാലും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വയ്ക്കുന്നു. അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിലേക്ക് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തുള്ള ബെല്ലൈക്കൻ അത് നോട്ടിഫിക്കേഷൻ വിളിക്കുക. പിന്നെ നിങ്ങളുടെ സംശയങ്ങൾ ഇപ്പോൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്താം. വേറെ വീഡിയോ ആണ് അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.